ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു വോയിസ് ഓവർ ബൈ രേഷ്മ. നമ്മളെ കുടുകുടാന്ന് പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരുപാട് തമാശകളുള്ള എന്നാൽ കുറച്ച് ത്രില്ലടിച്ചിരുന്ന് തന്നെ കാണാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സൗത്ത് കൊറിയൻ സിനിമയാണ് ഈ വർഷം പുറത്തിറങ്ങിയ ഹസ്ബൻഡ്സ് ഇൻ ആക്ഷൻ. സാധാരണ നമ്മുടെ നാട്ടില് ഒരു സ്ത്രീയുടെ പഴയ ഭർത്താവും ഇപ്പോഴത്തെ ഭർത്താവും തമ്മിൽ കണ്ടുമുട്ടിയാൽ എങ്ങനെ ഇരിക്കും? ചിലപ്പോൾ രണ്ടും കൂടെ നല്ല വഴക്കായിരിക്കും, ഈഗോ ക്ലാഷും കാണും അല്ലേ? അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും. സിനായ് എന്ന സ്ത്രീയെയും അവരുടെ മോളെയും ഒരു വില്ലൻ തട്ടിക്കൊണ്ടുപോകുന്നു. അവരെ രക്ഷിക്കാൻ പോകുന്നതാകട്ടെ ആദ്യത്തെ ഭർത്താവും ഇപ്പോഴത്തെ ഭർത്താവും ചേർന്നാണ്. രണ്ടുപേർക്കും പരസ്പരം ഒട്ടും ഇഷ്ടമല്ല, അത് വേറെ കാര്യം. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഉണ്ടല്ലോ, നമ്മുടെ വെട്ടൻ സിനിമയില്ലേ അതുപോലൊരു ക്ലൈമാക്സ് ആണ്. അപ്പൊ കൂടുതൽ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് അടുത്ത ബെല്ലോടുകൂടി സിനിമ കണ്ടു തുടങ്ങാം. അതിനു മുമ്പൊരു കാര്യം, നമ്മുടെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് വില്ലനായ യോങ്യാങ്ങിനെയാണ്. ആള് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഈ ജയിലിനകത്തായിരുന്നു. ഇന്നാണ് ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. പുറത്താണേല് ആനയെ അമ്പാരി ആരോ ഒക്കെ പ്രതീക്ഷിച്ചിറങ്ങിയ യോങ്യാങ് നോക്കുമ്പം ആകെ 3 ശിങ്കിടികൾ മാത്രമേ അയാളെ കാത്തു നിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ളവന്മാരെല്ലാം എവിടെയെന്ന് അയാൾ തിരക്കുമ്പം ഈ യോങ്യാങ് ജയിലിലായ പിന്നെ ഇവരുടെ സംഘത്തിലുള്ളവരൊക്കെ ഓരോരോ വഴിക്ക് പോയി. പോകാൻ വേറെ വഴിയൊന്നും കാണാത്തോണ്ട് ഇവന്മാര് 3 പേരും അല്ലറ ചില്ലറ തട്ടിപ്പൊക്കെ നടത്തി ജീവിച്ചു വരുന്നു. അതുമല്ല, നിലവിലിപ്പം ഈ നാട്ടിലെ മരുന്ന് കച്ചവടം എന്താന്ന് മനസ്സിലായി കാണുമല്ലോ. മരുന്നിന്റെ ഇംഗ്ലീഷ് ഡ്രഗ്. ഇപ്പം മരുന്ന് കച്ചവടം മൊത്തം നിയന്ത്രിക്കുന്നത് എന്ന് വെച്ചാൽ ഉൽപാദനം തൊട്ട് വിതരണം വരെ എല്ലാം ചെയ്യുന്നത് ഡൂജൂൻ എന്ന പുതിയൊരു മാഫിയ തലവനാണ്. ഇനിയാണ് ഡൂജുവിനെ കാണിക്കുന്നത്. ആൾക്ക് ഡാൻസും പാട്ടും ഒക്കെ വലിയ ഇഷ്ടമാണ്. പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്താണ് അവൻ ഓഫീസിലേക്ക് വരുന്നത്. ഡൂജുവിന്റെ ബിസിനസ് നിയന്ത്രിക്കുന്നത് അവന്റെ ഭാര്യയായ ഹീരനാണ്. അവള് സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു AI ടെക്നോളജി ഉപയോഗിച്ചാണ് മരുന്ന് കച്ചവടം നടത്തുന്നത്. ആദ്യകാലത്ത് ഡൂജൂൻ മാസത്തിൽ ഒരു 10 മരുന്ന് വിറ്റാലായി. ഹീരൻ വന്നതോടെ കഥ മാറി. ഒരു ദിവസം 2 ലക്ഷത്തിലധികം മരുന്നുകളാണ് ഇവരിപ്പം വിൽക്കുന്നത്. അപ്പോൾ വില്ലന്മാര് രണ്ടുപേരും വന്നു. ഇനി നായകനെ കാണാം. ഇതില് 2 നായകന്മാരുണ്ട് കേട്ടോ. വില്ലന്മാർക്ക് രണ്ടുപേർക്കും മരുന്ന് കച്ചവടമാണേല് നമ്മുടെ നായകൻ ആരായിരിക്കും? നായകൻ ചൂങ് സിംഗ് ആളൊരു പോലീസുകാരനാണ്. ചൂങ് സിംഗ് ഇപ്പോൾ ഡൂജുവിന്റെ പിന്നാലെയാണ്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ യോങ്യാങ് അവന്റെ ശിങ്കിടികളിൽ ഒരാളായ റാംബോ വഴി ഡൂജുവിന്റെ മാനേജരെ കണ്ടിട്ട് യോങ്യാങ്ങിനെ വന്നൊന്ന് കാണാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അതേതാ യുദ്ധഭൂമിയിൽ പുതിയൊരു ഭടനെന്ന് കളിയാക്കിയിട്ട് ഡൂജുൻ റാംബോയെ പറഞ്ഞു വിട്ടു. അത് കേട്ടതും യോങ്യാങ്ങിന് ദേഷ്യം വരും. അതുകൊണ്ട് ശിങ്കിടികളെയും കൂട്ടി നേരെ ഡൂജുവിന്റെ ഓഫീസിലേക്ക് വരും. ഡൂജുവിന്റെ ഓഫീസ് എന്ന് പറഞ്ഞ ഒരു IT ഹബ്ബ് പോലത്തെ വലിയൊരു കെട്ടിടമാണ്, നമ്മുടെ ഈ ടെക്നോ പാർക്കൊക്കെ പോലെ. അത് കണ്ടിട്ട് യോങ്യാങ്ങിന് അതൊരു കോളേജ് ആയിട്ടാ തോന്നുന്നേ. എന്തായാലും നീമാരിവിടെ നിൽക്ക്, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് യോങ്യാങ് പോകാൻ നേരം കൂട്ടത്തിലെ മാൻഗി, ആശാനെ ഒറ്റയ്ക്ക് പോവുമല്ലേ, ഒരു സേഫ്റ്റിക്ക് ഈ കത്തിയും കൂടെ കയ്യിലേക്ക് വെക്കാൻ പറഞ്ഞിട്ട് ഒരു കത്തി എടുത്തു കൊടുക്കും. പക്ഷെ യോങ്യാങ് അത് വാങ്ങാതെ, എന്റെ ഏറ്റവും വലിയ ആയുധം ഞാൻ തന്നെ, നീമാര് നോക്കിക്കോ, അകത്തോട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയാലും തിരിച്ചു വരുമ്പം എന്റെ ഇടവും വലവും ആളുകൾ ഉണ്ടാകുമെന്നും പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് ചെല്ലും. അകത്തെ രീതി കണ്ടിട്ടും ഇനി ഇത് വല്ല കോളേജും തന്നെയാണോ, ലവന്മാര് പൊട്ടന്മാർക്ക് മാറിപ്പോയതാണോ എന്ന് സംശയം തോന്നിയ യോങ്യാങ് അവിടെ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റിനെ പോയി കണ്ടിട്ട് ഇതാണോ ഡൂജുവിന്റെ ഓഫീസ് എന്ന് തിരക്കും. ഡൂജുവിനെ അപ്പോയിന്റ്മെന്റ് ഇല്ലാതൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിളിക്കുന്നത് വരെ കാത്തിരിക്കാൻ അവർ യോങ്യാങ്ങിനോട് പറയും. അതൊന്നും ആൾക്കത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. പക്ഷെ തൽക്കാലം സമാധാനത്തിന്റെ ആ പാതയിലൂടെ സഞ്ചരിക്കാനാണ് യോങ്യാങ്ങിന്റെ പ്ലാൻ. പുറത്ത് കാത്തിരിക്കുന്ന ശിങ്കിടിമാർക്ക് അവിടെ ഉള്ളവര് അവരെ ശ്രദ്ധിക്കുന്നതും അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും നോക്കുന്നത് കണ്ട ഇവന്മാരിലൊരുത്തൻ എന്താടാന്ന് ചോദിച്ച് ചാടി എഴുന്നേക്കും. ഉടനെ മറ്റു രണ്ടുപേരും കൂടെ അവനെ ആശ്വസിപ്പിക്കും. എന്തായാലും കുറെ നേരം കാത്തിരുന്ന് ഒടുവില് യോങ്യാങ്ങിന് അകത്തേക്ക് ചെല്ലാൻ പെർമിഷൻ കിട്ടും. അകത്തേക്ക് ചെന്ന അയാളെ ഡൂജുനും ഹീരനും അറിയത്തില്ല. ഉടനെ യോങ്യാങ്, 10 വർഷത്തിനു മുമ്പ് ഈ കാട്ടില് അതിശക്തനായ ഒരു സിംഹം ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം സിംഹം ജയിലിലായി. ആ ഗ്യാപ്പിനൊരു നീലക്കുറുക്കൻ സിംഹമാണെന്നും പറഞ്ഞ് കാട് ഭരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീലക്കുറുക്കൻ സിംഹവുമായിട്ട് ചേർന്ന് ബിസിനസ് നടത്തുക, അല്ലെങ്കിൽ സിംഹം നീലക്കുറുക്കനെ താമസിയാതെ തട്ടുമെന്ന് പറയും. കഥ കേട്ട ഡൂജുൻ എഴുന്നേറ്റിട്ട്, നന്ദിയുണ്ടണ്ണാ, കുഞ്ഞിനെ ചോറ് തരാൻ നേരം അമ്മ ഇമാതിരി കഥകളൊക്കെ പറഞ്ഞു തരായിരുന്നു. പിന്നിപ്പം ചേട്ടൻ പറഞ്ഞപ്പോഴാ വർഷങ്ങൾക്ക് ശേഷം കുറുക്കത്തിന്റെയും സിംഹത്തിന്റെയും കഥകൾ കേൾക്കുന്നതെന്നും പറഞ്ഞ് സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് യോങ്യാങ്ങിനെ പുറത്താക്കും. അയാൾ ശിങ്കിടികളോട് പറഞ്ഞ പോലെ തന്നെ തിരിച്ചു വരുന്നത് ഇടവും വലവും സെക്യൂരിറ്റിക്കാർക്കൊപ്പം തന്നെയാണ്. ഡൂജുവിന്റെ പിന്നാലെ നടന്ന ചൂങ്സിക്ക് ഇപ്പോ അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ട അത്യാവശ്യം തെളിവുകളൊക്കെ കിട്ടിയോണ്ട് ചൂങ്സിക്കും അയാളുടെ പോലീസുകാരും കൂടി
ഡോജുൻ ഫാക്ടറിയിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് ചെല്ലും. പിന്നെ അവിടെ പോലീസും ഗുണ്ടകളും തമ്മിലൊരു ഫൈറ്റ് ആണ് കേട്ടോ. നമ്മുടെ ചൂങ്സിക്കിന്റെ ആയുധം എന്താന്ന് വെച്ചാൽ ഹാൻഡ് കഫാണ്. അത് വെച്ചവൻ കുറെ ഗുണ്ടകളെ സൈഡാക്കും. ഡൂജുനും ഇനി ഇവിടെ നിന്ന പണി പാളുമെന്ന് മനസ്സിലായോണ്ട് രക്ഷപ്പെടാനായിട്ട് അവിടെ ജോലിക്ക് നിന്നൊരു സ്ത്രീയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പോലീസിനെ പേടിപ്പിക്കും. മര്യാദയ്ക്ക് എല്ലാവരും മാറിയിരുന്നോ, ഇല്ലെങ്കിൽ ഞാൻ ഇവളെ തീർക്കുമെന്ന് അവൻ പേടിപ്പിക്കുമ്പം ചൂങ്സിങ് ശരിക്കും നീ അവളെ ഉപദ്രവിക്കുമോന്ന് ചോദിച്ചിട്ട് ആ ടേസർ ഗൺ ഉണ്ടല്ലോ അതുപയോഗിച്ച് ആ സ്ത്രീയെ കറണ്ട് അടിപ്പിച്ച് താഴെ വീഴ്ത്തും. അങ്ങനൊരു നീക്കം ഡൂജുൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അവൻ അന്തം വിട്ട് നിൽക്കുമ്പം ചൂങ്സിഗ് ടേസർ അവന് നേരെ എറിഞ്ഞിട്ട് അവനെ സൈഡാക്കി അറസ്റ്റ് ചെയ്യും. ഇനി നമ്മുടെ ചൂങ്സിക്കിന്റെ ഫാമിലിയെ പറ്റി പറഞ്ഞാല് ആളും ഭാര്യ സിനായും ഡിവോഴ്സ്ഡ് ആണ്. ഇവർക്കൊരു മോളുണ്ട്, പേര് യുൻജു എന്നാട്ടോ. എല്ലാ വെള്ളിയാഴ്ചയും കുറച്ച് സമയം മോളെ ചൂങ്സിക്കിനൊപ്പം ഈ സിനായി വിടാറുണ്ട്. അരമണിക്കൂറായിട്ടും ആളിതുവരെ എത്തിയിട്ടില്ല. സിനായിക്കാണെങ്കിൽ 15 മിനിറ്റകം ഡോക്ടറെ കാണാനും പോണം. ഇനിയിപ്പം നോക്കിയിരിക്കണ്ട, നമുക്ക് പോകാന്ന് അവള് പറയുമ്പം യുൻജു അത് സമ്മതിക്കത്തുമില്ല. എന്തായാലും അപ്പോഴേക്കും ചൂങ്സിക്ക് വരും. ഇത്ര നേരം താൻ എവിടായിരുന്നു, എനിക്ക് ഡോക്ടറെ കാണണമെന്ന കാര്യം ഞാൻ പറഞ്ഞതല്ലായിരുന്നു എന്നും ചോദിച്ചിട്ട് സിനായി ദേഷ്യപ്പെടുമ്പം ചൂങ്സിക്ക് അതത്ര മൈൻഡ് ചെയ്യാതെ കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. എന്തേലും ചെയ്യ്, ഞാൻ പോകുവാന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റതും ചൂങ്സിക്ക് നിന്റെ ഭർത്താവ് ആ പട്ടിപിടുത്തക്കാരനില്ലേ, അവന് സുഖമാണോ എന്ന് ചോദിക്കും. അത് സിനായിക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. നിന്റെ കയ്യിൽ നമ്പർ കാണുമല്ലോ, വിളിച്ച് സുഖമാണോ എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട് അവൾ പോവും. ഇവര് തമ്മിൽ പിരിഞ്ഞ ശേഷം സിനായ് മിൻസിയോക്ക് എന്നൊരു സുന്ദരനും സുമുഖനും സർവോപരി ശാന്തശീലനുമായിട്ടുള്ള ഒരു മൃഗ ഡോക്ടറെ കല്യാണം കഴിച്ചായിരുന്നു. അതാണ് ചൂങ്സിക്ക് പട്ടിപിടുത്തക്കാരനെന്ന് കളിയാക്കിയത്. സിനായ് പോയതും ചൂങ്സിക്ക് അവൻ യുൻജിക്ക് പിറന്നാൾ സമ്മാനമായി വാങ്ങിക്കൊണ്ടുവന്ന പൈനാപ്പിളിന്റെ വാച്ച് കാണിച്ചു കൊടുക്കും. കൊച്ച് ആപ്പിളിന്റെ വാച്ച് വേണമെന്നാണ് പറഞ്ഞത്. ആപ്പിൾ എന്തിനാ, എന്റെ മോക്ക് അതിലും വലിയ പൈനാപ്പിളിന്റെ വാച്ച് തരത്തില്ലേന്നും പറഞ്ഞു കൊടുക്കുമ്പം പോലീസായിട്ടും അപ്പനെ പറ്റിക്കാൻ ഇത്ര എളുപ്പമായിരുന്നോ, ഇതേതാണ് ഈ ഡൂക്കിലി വാച്ച്, ഇതാണ് ശരിക്കുള്ള ആപ്പിളിന്റെ വാച്ച് എന്നും പറഞ്ഞിട്ട് അവള് മിൻസിയോക്ക് വാങ്ങിച്ചു കൊടുത്ത വാച്ച് എടുത്ത് കാണിക്കും. അത് കണ്ട് ചൂങ്സിക്കിന് വിഷമമായെന്ന് മനസ്സിലായതും യുൻജു ഉടനെ എനിക്ക് അപ്പായെ മിസ് ചെയ്യുമ്പോഴെല്ലാം ഈ വാച്ച് വെച്ച് ഞാൻ വിളിക്കാം, ഇതെപ്പോഴും എന്റെ ബാഗിൽ ഞാൻ സൂക്ഷിച്ചോളാന്ന് ആശ്വസിപ്പിച്ചിട്ട് അപ്പ ഇന്ന് കള്ളന്മാരെ ആരെയും പിടിച്ചില്ലേ എന്ന് ചോദിക്കും. കള്ളന്മാരെ പിടിച്ച കഥയൊക്കെ കേട്ടിട്ട് ഇനി അപ്പാടെ ആ ഡെവിള് ചിരിയില്ലേ അതൊന്ന് ചിരിക്കാൻ അവള് പറയും. നല്ല അടിപൊളി ഒരു ചിരിയാട്ടോ അത്. പോലീസ് ഡൂജുവിനെ അറസ്റ്റ് ചെയ്ത വിവരം വൻ വാർത്തയായിട്ടുണ്ട്. അത് പറയുന്ന ഈ റിപ്പോർട്ടറുടെ പേരാണ് ജോ. ആ വാർത്ത യോങ് യാങ്ങും കേൾക്കുന്നുണ്ട്. പക്ഷെ മൈക്ക് കിട്ടിയ ജോ പോലീസിനെ ഒന്ന് താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ഒരു മാഫിയ തലവനെ പിടിക്കാനാണ് പോയതെങ്കിലും ആ കൂട്ടത്തിൽ നിരപരാധിയായ ഒരു സ്ത്രീയെ ഷോക്ക് അടിപ്പിക്കാൻ പോലീസിന് ആരാണ് അധികാരം കൊടുത്തത്? പോലീസ് ഇങ്ങനെ സാധാരണക്കാരെ ഉപദ്രവിക്കാൻ തുടങ്ങിയ ജനജീവിതം ദുസ്സഹമാവില്ലേ എന്നൊക്കെ ഘോരം ഘോരം പറയുന്നത് സ്റ്റേഷനിൽ താമസിക്കുന്ന ചൂങ്സിങ്ങും അവിടുത്തെ പോലീസുകാരും കേൾക്കുന്നുണ്ട്. ഈ ചൂങ്സിങ്ങിന് സ്വന്തമായിട്ട് വീടൊന്നുമില്ല. അതുകൊണ്ട് ആ പോലീസ് സ്റ്റേഷനിലെ ഒരു മുറി ആള് സ്വന്തം വീട് പോലെ അങ്ങാക്കി. അതിനകത്ത് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇൻഡക്ഷൻ, ഗ്യാസ് ഇതെല്ലാം സ്വന്തമായിട്ട് വാങ്ങിയിട്ട് ആ മുറി അങ്ങ് കൈയടക്കി വെച്ചേക്കുക. ജോ പറയുന്ന വാർത്ത കേട്ടിട്ട് ഇവൾ ഇതെന്ത് തേങ്ങയായി പറയുന്നേ, ആ സ്ത്രീയെ ഷോക്കടിപ്പിച്ചില്ലായിരുന്നേല് ആ ബോധമില്ലാത്ത ഡൂജും ചിലപ്പം രക്ഷപ്പെടാനായിട്ട് അവരെ ഉപദ്രവിക്കാനും മടിക്കില്ലായിരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് ചൂങ്സിങ് കൂട്ടുകാരൻ പോലീസ് വൂവിനൊപ്പം പുറത്തിറങ്ങുമ്പോഴാണ് അവിടെ നിൽക്കുന്ന ജോയെ കാണുന്നത്. ജോയ്ക്ക് ചൂങ്സിക്കിനെ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം. അളിയ ഇനി നീയായി നിന്റെ പാടായെന്ന് പറഞ്ഞു വൂ വേഗം സ്റ്റേഷനകത്തേക്ക് തിരിച്ചു പോവും. ചൂങ്സിക്കിന് ജോയോട് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ ഇന്ന് അവള് പോലീസിനെ കുറ്റം പറഞ്ഞത് ആൾക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഡൂജുൻ നിന്നെ ഉപദ്രവിച്ചോന്ന് അവള് ചോദിക്കുമ്പം നീ ഇങ്ങനെ അല്ലല്ലോ വാർത്ത പറഞ്ഞത്, ഞാൻ ഏതാണ്ട് സ്ത്രീയെ ഷോക്ക് അടിപ്പിച്ചെന്നൊക്കെയല്ലേ എന്ന് ദേഷ്യപ്പെടും. രണ്ടുപേരും പരസ്പരം ഓരോന്ന് പറഞ്ഞ് തർക്കിച്ച് ഉമ്മ വെക്കുന്ന പോലെ ആകുമ്പം നീ ഇപ്പം ഉമ്മ വെക്കൂടോ എന്നും ചോദിച്ചിട്ട് ജോ പിറകിലോട്ട് മാറും. ചൂങ്സിക്കിന് സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ സമയമില്ല. അയാൾക്ക് യുൻജുവിന്റെ സ്കൂളിൽ ഇന്ന് അവളുടെ ഒരു പ്രസംഗ മത്സരമുണ്ട്, അത് കാണാൻ പോണം. സ്കൂളിൽ ചെല്ലുമ്പം യുൻജുവിന്റെ പേരൻസിന് ഇരിക്കാനുള്ള കസേരകളിലൊന്നില് മിൻസിയോക്ക് ഇരിപ്പുണ്ട്. ഇവൻ അവിടെ എന്താ കാര്യമൊന്നും പറഞ്ഞിട്ട് ചെല്ലാൻ പോകുമ്പോഴാണ് ഒരു മിസ് വന്നിട്ട് ആരാണ് യുൻജുവിന്റെ പാരന്റ് തിരകുന്നത്. ഉടനെ രണ്ടുപേരും കൈപൊക്കും. ഒരു കൊച്ചിന് രണ്ടച്ഛന്മാരോ എന്നുള്ള രീതിയിൽ മിസ് കൺഫ്യൂഷൻ ആവുമ്പം എന്താ കാര്യമെന്ന് മിൻസിയോക്ക് തിരക്കും. ഒന്നുമില്ല, യുൻജു വരുമ്പം ഓഫീസിൽ ചെന്ന് ബാഡ്ജ് വാങ്ങാൻ മറക്കരുത്, അത് പറയാനാണ് മിസ് വന്നത്. നിനക്കെന്താടെ ഇവിടെ കാര്യം? എന്റെ ഭാര്യ മാത്രമേ ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ടുള്ളൂ, കൊച്ചിപ്പോഴും എന്റെ തന്നെയാണെന്നും പറഞ്ഞിട്ട് ചൂങ്സിക്ക് മിൻസിയോക്ക് ഇരിക്കുന്ന സീറ്റിൽ കയറിയിരിക്കും. എന്നിട്ട് രണ്ടുകൂടി ഒറ്റച്ചന്തിയിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെള്ളിക്കൊണ്ടിരിക്കുക. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അപ്പുറത്ത് വേറെ കസേരയുണ്ട്, അവിടെങ്ങാനും പോയിരിക്കടോ എന്ന് മിൻസിയോക്ക് പറയുമ്പം ഡാ കൊച്ചറക്ക, നീ ഞരമ്പിലൂടെ ഓടുമ്പം ഞാൻ വരമ്പത്തോട് ഓടിയവനാ, ആ നീ വേണേല് അപ്പുറത്ത് പോയിരിക്കാൻ ചൂങ്സിക്ക് പറയും. രണ്ടുപേർക്കും പരസ്പരം അത്ര ഇഷ്ടമൊന്നുമല്ല.
സിനായും യുൻജുനും എവിടെത്തിന്ന് അറിയാനായിട്ട് മിൻസിയോക്ക് വിളിച്ചു ചോദിക്കുമ്പം യുൻജുവിന് ചെറുതായിട്ടൊരു ചുമയുണ്ട്. അതിന് മരുന്ന് വാങ്ങാനായിട്ട് ഫാർമസിയിലും കയറിയിട്ട് ഒരു 5 മിനിറ്റിനുള്ളിലേ ഇവർ വരത്തുള്ളൂ. എന്നാൽ സിനായി ഫാർമസിയിലേക്ക് കയറുമ്പം കാറിലിരിക്കുന്ന യുൻജുവിന്റെ അടുത്തേക്ക് ഒരു നിഴല് വരും. പിന്നെ കാണിക്കുന്നത് ചൂങ്സിക്കിനെയും മിൻസിയോക്കിനെയുമാണ്. എത്തേണ്ട സമയവും കഴിഞ്ഞ് സിനായിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് മിൻസിയോക്ക് ടെൻഷൻ ആകുമ്പോഴാണ് ചൂങ്സിക്കിനൊരു കോൾ വരുന്നത്. വിളിച്ചത് വേറെ ആരുമല്ല, ഡൂജുന്റെ ഭാര്യ ഹീരനാണ്. എന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തതിന് പകരമായിട്ട് നിന്റെ മോളെയും ഭാര്യയും തട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ 9 മണിക്ക് വിളിക്കും. അന്നേരം നിന്റെ അടുത്ത് എന്റെ ഭർത്താവ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നിന്റെ ഭാര്യയും മോളെയും ഇനി ഒരിക്കലും നീ ജീവനോടെ കാണത്തില്ലെന്ന് ഭീഷണിപ്പെടുത്തും. തൊട്ടടുത്ത് നിൽക്കുന്ന മിൻസിയോക്കിനോട് അവൻ നേരത്തെ നീ വിളിച്ചപ്പം സിനായ് എവിടെ നിൽക്കുമായിരുന്നെന്ന് ചോദിക്കും. മോക്ക് ചെറിയൊരു ചുമയുള്ളതുകൊണ്ട് സിനായ് മരുന്ന് വാങ്ങാനായിട്ട് ഫാർമസിയിൽ പോയിരുന്നെന്ന് കേട്ടതും ചൂങ്സിക്ക് വേഗം അവിടേക്ക് പോകാൻ ഇറങ്ങിയതും എന്താ പറ്റിയെന്ന് മിൻസിയോക്ക് തിരക്കും. സിനായിനെയും യുൻജുനെയും തട്ടിക്കൊണ്ടുപോയെന്ന് മനസ്സിലായ മിൻസിയോക്ക് നിനക്കൊപ്പം ഞാനും വരാന്ന് പറയും. പക്ഷെ അതിനോട് ചൂങ്സിക്കിനൊട്ടും താല്പര്യമില്ല. അന്നേരമാണ് മിൻസിയോക്ക് സിനായ് ഗർഭിണിയാണെന്ന കാര്യം അയാളോട് പറയുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ ഫാർമസിയിൽ തിരക്കുമ്പം അവർക്കൊന്നും അറിയത്തില്ല. അപ്പോഴാണ് മിൻസിയോക്ക് സിനായിന്റെ കാറ് കാണുന്നത്. അതിൽ നിന്ന് അവർക്ക് നേരത്തെ എന്താ നടന്നതെന്നുള്ള വീഡിയോ കിട്ടും. യുൻജുവിനെ കുറെ ആളുകൾ പിടിച്ചോണ്ട് പോകുന്നത് കണ്ട മിൻസിയോക്ക് കൊച്ചിനെ വിടാന്നും പറഞ്ഞ് ബഹളം വെക്കുന്നത് കേൾക്കുന്ന ചൂങ്സിക്ക് എടാ പൊട്ട, ഇത് വീഡിയോയാ, നീ പറയുന്നൊന്നും അവർക്ക് കേൾക്കാൻ പറ്റത്തില്ലെന്ന് പറയും. കറുത്ത തുണിയിട്ട 3-4 പേര് വന്നാണ് അവരെ കാറിലേക്ക് കയറ്റുന്നത്. അത് കണ്ടു കഴിഞ്ഞതും ഹീരൻ വീണ്ടും അവരെ വിളിക്കും. ഇത്തവണ സംസാരിക്കുന്നത് സിയാനാണ്. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കാൻ ചൂങ്സിക്ക് അവളെ ആശ്വസിപ്പിക്കുമ്പം ഹീരൻ ഞാൻ 9 മണിക്ക് വിളിക്കുമ്പം നിനക്കൊപ്പം ജയിൽ മോചിതനായ എന്റെ ഭർത്താവ് ഉണ്ടായിരിക്കണം. എന്നിട്ട് അന്നേരം ഞാൻ അടുത്ത പ്ലാൻ പറയാന്ന് പറയും. ഉടനെ മിൻസിയോക്ക് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് എന്റെ ഭാര്യയും കൊച്ചിനെയും ഉപദ്രവിച്ചാൽ നിന്നെ ശരിയാക്കും, ഫോൺ കൊച്ചിന് കൊടുക്കാൻ പറഞ്ഞ് ബഹളം വെക്കും. ഇത് കേട്ട ഹീരൻ ഇതാരാ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പം ചൂങ്സിക്ക് അവന്റെ വാ പൊത്തിപ്പിടിച്ചിട്ട് അതും ഞാൻ തന്നെയാ, എനിക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് പറയും. ഫോൺ കട്ടായതും മിൻസിയോക്ക് ഉടനെ പോലീസിനെ വിളിക്കാൻ പോയതും ചൂങ്സിക്ക് ആ ഫോൺ വാങ്ങി കട്ടാക്കിയിട്ട് എടാ ഞാനൊരു പോലീസുകാരനല്ലേ, നീ മണ്ടത്തരം കാണിക്കാതിരിക്കാൻ ദേഷ്യപ്പെടും. എന്താ വേണ്ടതെന്ന് രണ്ടുപേർക്കും ഒരു പിടിയുമില്ല. നീ ആ മാഫിയക്കാരനെ അറസ്റ്റ് ചെയ്ത എല്ലാത്തിനും കാരണമെന്ന് മിൻസിയോക്ക് കുറ്റപ്പെടുത്തുമ്പം ടെൻഷനായ ചൂങ്സിക്ക് വേണ്ടടാ, നിന്നെ പോലെ പട്ടിയം പിടിച്ച് ഞാൻ ജീവിതകാലം മൊത്തം നടക്കാമെന്ന് ദേഷ്യപ്പെടും. അതും പറഞ്ഞ് കാറിനകത്തിരുന്ന് രണ്ടുകൂടി വീണ്ടും വഴക്കാവും. ഒടുവിൽ ചൂങ്സിങ് നീ ഒരു 5 മിനിറ്റ് ഒന്നും മിണ്ടാതിരി, എങ്കിലേ എനിക്ക് സിനായിനെയും യുൻജുനെയും എങ്ങനെ രക്ഷിക്കേണ്ടതെന്ന് ഒന്ന് ആലോചിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. എന്തായാലും ചൂങ്സിക്ക് കാറുമായിട്ട് നേരെ പോലീസ് സ്റ്റേഷന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഡൂജുനെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കോടതിയിൽ ഹാജരാക്കാനായിട്ട് കൊണ്ടുവരും. ആ ഗ്യാപ്പിൽ എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ചിട്ട് പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് ഡൂജുനെ രക്ഷപ്പെടുത്തണം. അപ്പോഴാണ് ചൂങ്സിക്കിന് ഒരു ഐഡിയ തോന്നുന്നത്. അവനുടനെ മിൻസിയോക്കിനോട് നിനക്ക് നന്നായിട്ട് ഡ്രൈവിംഗ് അറിയാവോ എന്ന് ചോദിക്കും. മിൻസിയോക്കിന്റെ ഹോബി തന്നെ കാർ റേസിംഗ്, മലകയറ്റം, പിന്നെ ഈ പാരാഗ്ലൈഡിങ്, ഇങ്ങനെയൊക്കെയുള്ള ഡേഞ്ചറസ് ആക്ടിവിറ്റീസ് ആണ്. ചൂങ്സിക്കിന്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ അവൻ ഡൂജുനെ കൊണ്ടുപോകുന്ന വണ്ടി ഓടിക്കും. എന്നിട്ട് ആളൊഴിഞ്ഞ ഒരു പാലത്തിനടുത്തെത്തുമ്പം മിൻസിയോക്ക് ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാറിൽ വന്നിട്ട് ചൂങ്സിക്ക് ഡൂജുനെ കൊണ്ട് പോകുന്ന ആ വണ്ടിയിൽ ഇടിപ്പിക്കണം. അങ്ങനെ ആക്സിഡന്റ് ആയാൽ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എന്ന വ്യാജേനെ രക്ഷപ്പെടാം. ഇത് നിന്നെ കൊണ്ട് പറ്റുവോടെയെന്ന് ചൂങ്സിക്ക് ചോദിക്കുമ്പം എന്നെ കൊണ്ടേ പറ്റൂ. നിങ്ങൾ സിഗ്നൽ തന്നാലുടൻ ഞാൻ കാർ ഒരു 90 km/h സ്പീഡിൽ വന്നിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഒരു 37 ഡിഗ്രി ആംഗിളിൽ എൻ്റെ കാർ ഇങ്ങനെ സ്കിഡ് ചെയ്തിട്ട് നിങ്ങളുടെ വണ്ടിയിൽ കൃത്യം പുറകിലത്തെ വീലിൽ ഏകദേശം 21 സെന്റിമീറ്റർ മുകളിൽ എൻ്റെ കാർ വെച്ച് ഞാൻ ചെറുതായിട്ടും തട്ടും. അന്നേരം നിങ്ങളുടെ കാർ ഒരു 135 ഡിഗ്രി ആംഗിളിൽ ചരിഞ്ഞ് ഒരേ ഒരു തവണ മാത്രം ഫ്ലിപ്പ് ചെയ്ത് ആർക്കും വലിയ പരിക്കില്ലാത്ത രീതിയിൽ ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടാക്കാം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് കേട്ട ചൂങ്സിക്കിനും ആ പ്ലാനിങ് ഇഷ്ടാവും. എന്നിട്ട് അവൻ മിൻസിയോക്കിനോട് നിന്നെപ്പോലെ എനിക്കും ഡേഞ്ചറസ് ഹോബീസ് ഒക്കെ ഉണ്ട്. പാമ്പിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്ന ഏണിയും പാമ്പും, പിന്നെ യോഗ, ഇതുകൂടാതെ ഞാൻ സുംബ ഡാൻസ് ഒക്കെ കളിക്കുമെന്ന് പറയും. ഒപ്പം ആരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാത്ത വളരെ കോമൺ ആയ കാറിൽ തന്നെ വരണേന്ന് മുന്നറിയിപ്പും കൊടുക്കും. അങ്ങനെ ചൂങ്സിക്കിന്റെ പ്ലാൻ പോലെ ഡൂജുനെ കൊണ്ട് കോടതിയിലേക്ക് പോകുന്ന വണ്ടി ചൂങ്സിക്ക് ഓടിക്കാന്നും പറഞ്ഞിട്ട് ബാക്കി പോലീസുകാരെ പിറകിലിരുത്തും. എന്നിട്ട് എല്ലാവരോടും സീറ്റ് ബെൽറ്റ് ഇടാൻ പറയും. ഡൂജുവിന് ചൂങ്സിക്ക് അവനെ രക്ഷിക്കാൻ വന്നതാണെന്നുള്ള കാര്യം അറിയാട്ടോ. അങ്ങനെ പാലത്തിനടുത്തെത്തും. ആരും ശ്രദ്ധിക്കാത്ത കോമൺ കാറായോണ്ട് ഇനി മിൻസിയോക്കിനെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യത്തിൽ ചൂങ്സിക്കിന് അല്പം ടെൻഷനുണ്ട്. അന്നേരം മിൻസിയോക്കാണേല് ഒരു പൂച്ചയുടെ മുഖമുള്ള വണ്ടിയൊക്കെ ആയിട്ട് ഇവരെയും കാത്തു കിടക്കുന്നത് ചൂങ്സിക്ക് കാണും. ആ പൂച്ചവണ്ടി കണ്ടതും ഈ പൊട്ടനെയൊക്കെ ഏത് നേരത്താണോ കൂടെ കൂട്ടിയത് പണി പാളിയെന്ന് അയാൾക്ക് മനസ്സിലാവും.
എന്നാലും വേറെ വഴിയില്ലാത്തോണ്ട് മിൻസിയോക്കിന് ഇടിക്കാനായിട്ട് സിഗ്നൽ കൊടുക്കും. ഉടനെ മിൻസിയോക്ക് സ്പീഡിൽ ഇടിക്കാൻ വന്നിട്ട് ഇടിക്കാതെ വണ്ടി തെന്നി മാറി നിൽക്കും. ഇതോടെ ഈ കാറിനകത്ത് നിന്ന് ഇറങ്ങിയ നിന്നെ ഞാൻ ആദ്യം തീർക്കുമെന്ന് ചൂങ്സിക്ക് മിൻസിയോക്കിനോട് പറയുമ്പം ഡൂജുനാണേല് ഇതുപോലെ രണ്ട് പൊട്ടന്മാരെ ആദ്യമായിട്ട് കാണുവാന്ന് പറഞ്ഞ് വണ്ടിയിലിരുന്ന് ചിരിക്കും. അന്നേരമാണ് മറ്റൊരു ട്വിസ്റ്റ്. നമ്മുടെ വില്ലൻ യോങ്യാങ് ഉണ്ടല്ലോ, ആള് ദൂരേന്ന് സ്പീഡിൽ വന്നിട്ട് ഇവരുടെ കാറ് കൃത്യമായിട്ട് ഇടിച്ചു തെറിപ്പിക്കും. ഡൂജുവിനെ ലക്ഷ്യം വെച്ചാണ് അയാൾ അങ്ങനെ ചെയ്തത്. ഉടനെ മിൻസിയോക്ക് വന്നിട്ട് ചൂങ്സിക്കിനെയും പിന്നെ ഡൂജുവിനെയും ആ കാറിൽ നിന്ന് പുറത്തിറക്കും. എന്നിട്ട് ചൂങ്സിക്കാണ് ആ പൂച്ചവണ്ടി എടുക്കുന്നത്. ഇടിയുടെ ആഘാതത്തിൽ നിന്ന് യോങ്യാങ്ങിന് ബോധം വരുമ്പം ഡൂജുവിനുമായിട്ട് പൂച്ചവണ്ടി പോകുന്നതാണ് അവൻ കാണുന്നത്. ഒരുത്തൻ റോഡിൽ കിടന്ന് ആക്രോശിക്കുന്നത് ചൂങ്സിക്ക് കാറിലൂടെ കാണുന്നുണ്ടെങ്കിലും അതാരാണെന്ന് അവന് മനസ്സിലാവത്തില്ല. ഡൂജുവിനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് മനസ്സിലാക്കിയ പോലീസും ചീഫും കരുതുന്നത് കോടതിയിലേക്ക് കൊണ്ടുപോയ ഡൂജുവിനെയും ഒപ്പം ചൂങ്സിക്കിനെയും ഏതോ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയെന്നാണ്. വീഡിയോയിൽ തട്ടിക്കൊണ്ടുപോകുന്നവൻ കാറിന്റെ താക്കോല് ചൂങ്സിക്കിന് നേരെ എറിഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ട് ചീഫ്, നിനക്കൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് യാഥാർത്ഥ്യം എന്തായെന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. അത് കേട്ട് പോലീസുകാർ എന്താന്ന് പരസ്പരം നോക്കുമ്പം ഈ ഓഫീസിലേക്ക് ആരാ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം വാങ്ങിയെന്ന് ചോദിക്കും. അത് ചൂങ്സിക്കാണ്. കൂടാതെ ഇവിടുത്തെ ഓഫീസ് മുറി ഒരു വീടാക്കിയതും ചൂങ്സിക്കാണ്. അതിനർത്ഥം ഒരു സാധാരണ പോലീസുകാരന്റെ ബുദ്ധിയല്ല ചൂങ്സിക്കിന്. എന്നിട്ട് മിൻസിയോക്കിന്റെ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കിയ ചീഫ്, ഇതാരാന്ന് മനസ്സിലായോ? കൊറിയ മൊത്തം ഭയക്കുന്ന മരുന്ന് മാഫിയകളുടെ രാജാവ് ലീ ആണിത്. ചൈനയിൽ നിന്നും ഇയാളിപ്പം ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി ഇവിടെയാണ് നമ്മുടെ ചൂങ്സിക്കിന്റെ ബുദ്ധി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയും. ബുദ്ധിരാക്ഷസനായ ലീയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിന്ന് അവന്റെ പദ്ധതികളും മനസ്സിലാക്കി ലീയെ അറസ്റ്റ് ചെയ്യാനുള്ള തന്ത്രമാണ് ചൂങ്സിക്കിന്റേത്. നിങ്ങൾ എല്ലാവരും അവനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ചീഫ് ചൂങ്സിക്കിനെ ഫോണിൽ വിളിക്കും. ചൂങ്സിക്കിന്റെ പേര് ഒരു ഹാർട്ടൊക്കെ ഇട്ടിട്ടാണ് ചീഫ് സേവ് ചെയ്തിരിക്കുന്നതെങ്കിൽ ചൂങ്സിക്ക് ചീഫിന്റെ പേര് സേവ് ആക്കിയിരിക്കുന്നത് മരപ്പൊട്ടൻ ചീഫ് എന്നാണ്. അത്രയ്ക്കുണ്ടല്ലോ ചീഫിന്റെ ബുദ്ധി. ഫോൺ എടുത്തതും ചീഫ്, നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, നീ വിജയിച്ചു വാ, നിനക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ടെന്ന് പറയും. ഇത് കേട്ട ചൂങ്സിക്കിന് ഇങ്ങനെ ഇത് എന്തറിഞ്ഞിട്ടാ ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാവത്തില്ല. ഹീരൻ സിനായിനെയും കൊച്ചിനെയും അവരുടെ ഒരു ഫാക്ടറിയിലാണ് കെട്ടിയിട്ടിരിക്കുന്നത്. കൊച്ചിനെ കെട്ടിയിട്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് സിനായിനോട്, നീ പേടിക്കണ്ട, എന്റെ ഭർത്താവിനെ നിന്റെ ഭർത്താവ് പിടിച്ചോണ്ട് പോയി, പകരത്തിന് പകരമായിട്ട് ഞാൻ നിന്നെ പിടിച്ചോണ്ട് വന്നു. മാന്യമായിട്ട് കാര്യങ്ങൾ അവസാനിപ്പിച്ച ഒരു പോറൽ പോലും പറ്റാതെ നിനക്കും കുഞ്ഞിനും ഇവിടുന്ന് പോകാന്ന് പറയും. ഇത് കേട്ട സിനായി ചിരിച്ചോണ്ട്, ഞാൻ എന്തിനാ പേടിക്കുന്നേ? പിന്നെ നീ പറഞ്ഞതില് ഒരു കാര്യം തെറ്റാ. ചൂങ്സിക്കിപ്പം എന്റെ ഭർത്താവല്ല, ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സായി. പിന്നെ എന്റെ ഇപ്പോഴത്തെ ഭർത്താവ് ആളിപ്പം ഒരു ഡോക്ടറാണേലും നേരത്തെ തീവ്രവാദികളെ പിടിക്കുന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. നേരത്തെ നിന്നെ ഒരാൾ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയില്ലേ, അതാണ് എന്റെ ഇപ്പോഴത്തെ ഭർത്താവ്. അതുകൊണ്ട് ഞാൻ എന്തായാലും എന്റെ കുഞ്ഞുമായിട്ട് ഇവിടുന്ന് സേഫ് ആയിട്ട് രക്ഷപ്പെടും. നീ മിക്കവാറും നിന്റെ ഭർത്താവിനൊപ്പം ജയിലിൽ കിടക്കുകയും ചെയ്യും. ഇവിടെ ഡൂജുനെയും കൊണ്ട് ഹീരൻ വിളിക്കുന്നതും കാത്തിരിക്കുകയാണ് ചൂങ്സിങ്ങും മിൻസിയോക്കും. രണ്ടുപേരും അവനോട് ഹീരൻ സിനായിനെയും കൊച്ചിനെയും എവിടെയായിരിക്കും ഒളിപ്പിച്ചതെന്ന് ചോദിച്ചിട്ടും ഡൂജുൻ അവൻ അറിയത്തില്ലെന്നാണ് പറയുന്നത്. ഇത് കേട്ട മിൻസിയോക്ക്, ഇവൻ ഈ പറയുന്നത് കള്ളമാണെന്ന് പറയും. അത് നിനക്കെങ്ങനെ അറിയാമെന്ന് ചൂങ്സിക്ക് ചോദിക്കുമ്പോൾ, മനുഷ്യരായാലും മൃഗങ്ങളായാലും കള്ളം പറയുന്നത് പെട്ടെന്ന് കണ്ടുപിടിക്കാം. എല്ലാ മനുഷ്യരിലും ഒരു മൃഗമുണ്ട്. എൻ്റെ ഉള്ള മൃഗത്തെ പുറത്തിറക്കിപ്പിക്കരുതെന്നൊക്കെ സിനിമകളിൽ നായകന്മാരും വില്ലന്മാരും ഒക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ എല്ലാവരുടെ ഉള്ളിലും ഒരു മൃഗമുണ്ട്. എൻ്റെ ഉള്ളിലുള്ളത് സുന്ദരനായ ഒരു കസ്തൂരിമാനാണ്. എന്നിട്ട് ചൂങ്സിക്കിനോട്, നിന്റെ ഉള്ളിലുള്ളത് അനുസരണയും അച്ചടക്കവും ഒന്നും ഇല്ലാത്ത ഒരു കൊരങ്ങച്ചനാണ്. അന്നേരം ഡൂജുവിന്റെ ഉള്ള മൃഗം ഏതാണെന്ന് ചോദിക്കുമ്പം അവൻ കരുതുന്നത് അതിബുദ്ധിമാനായ ഒരു കുറുക്കനാണെന്നാണ്. പക്ഷേ ശരിക്കും അവൻ്റെ ഉള്ളിലുള്ളത് ഒരു തെരുവ് പട്ടിയാണെന്ന് പറയും. എന്നിട്ട് ഒരു ആന്റി ബാർ കോളർ അവന്റെ കഴുത്തിൽ കെട്ടി ഷോക്ക് അടിപ്പിച്ചിട്ട്, ഇനി നീ അവരെവിടാന്ന് പറയാൻ പറയും. ഇനി നമ്മുടെ സ്റ്റേഷനിലാണേല് ഡൂജുവിനെയും ചൂങ്സിക്കിനെയും ആരോ തട്ടിക്കൊണ്ടുപോയെന്നും ചൂങ്സിക്ക് ബുദ്ധി ഉപയോഗിച്ച് ലീയെ പിടിക്കാൻ പോകുവാണെന്നും ഒക്കെ സ്റ്റേഷനിൽ പോലീസുകാർ സംസാരിക്കുന്നത് ചൂങ്സിക്കിനെ തിരക്കി അവിടേക്ക് വന്ന ജോ കേൾക്കും. അവൾ അവിടെ ഒളിഞ്ഞു നിന്ന് എല്ലാം ശ്രദ്ധിക്കുന്നത് കണ്ട വു, അടുത്തുടായ്പ് വാർത്ത ഒപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ എന്നും പറഞ്ഞിട്ട് അവളെ അവിടുന്ന് പുറത്താക്കും. സാരമില്ല, എന്താന്ന് ഞാൻ കണ്ടുപിടിച്ചോളാന്നും പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവും. എന്തായാലും കാത്തിരിപ്പിനൊടുവിൽ ഹീരൻ വിളിക്കും. പക്ഷെ അവൾ ചൂങ്സിക്കിനോട് സംസാരിക്കാതെ ഫോൺ സിനായിന്റെ യഥാർത്ഥ ഭർത്താവ് മിൻസിയോക്കിന് കൊടുക്കാൻ പറയും. ഉടനെ മിൻസിയോക്ക് ഫോൺ വാങ്ങിയിട്ട് സ്വയം പരിചയപ്പെടുത്തിയിട്ട് ഡൂജുനെ കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് ഹീരൻ യുൻജുവിനെയും സിനായിനെയും ഇവർക്ക് കാണിച്ചു കൊടുക്കും. ഹീരന്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ ഡൂജുനുമായിട്ട് ഓഫീസിൽ പോയിട്ട് അവിടുന്ന് നാബിയെ എടുത്ത് ഡൂജുവിന് അറിയാവുന്ന ഇവരുടെ രഹസ്യ സങ്കേതത്തിലേക്ക് വരണം.
നാബി ആരാ, നിങ്ങളുടെ മോളാണോ എന്ന് ചൂങ്സിക്ക് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം, വണ്ടി നേരെ സുരക്ഷിതമായിട്ട് എൻ്റെ ഓഫീസിലേക്ക് വിടാൻ ഡൂജുൻ പറയും. നമ്മുടെ വില്ലൻ യോങ്യാങ് ആണേല് കൂടെയുള്ള മാൻജിയോട് എൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് അതുപോലെ ഈ ബുക്കിലേക്ക് പകർത്താൻ പറയും. കൂട്ടത്തിൽ നല്ല വിദ്യാഭ്യാസം ഉള്ളത് ഈ മാൻജിക്കാണ്. അവൻ 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ദേഹത്ത് ടാറ്റു ചെയ്തിരിക്കുന്ന ചില ഇക്വേഷൻസ് അവന് മനസ്സിലാവുന്നില്ല. ഉടനെ യോങ്യാങ്, നീ അത് പഠിക്കാനൊന്നും നിൽക്കണ്ട, അതുപോലെ അങ്ങ് നോക്കി എഴുതിയാൽ മതിയെന്ന് പറയും. അപ്പോഴാണ് റാംബോ ഓടി വന്നിട്ട് നേരത്തെ ഡൂജുനെ കടത്തിക്കൊണ്ടുപോയ വണ്ടി അവൻ കണ്ടെന്ന കാര്യം പറയുന്നത്. ഡൂജുവിന്റെ ഓഫീസിൽ പോലീസിന്റെ കാവലുള്ളതുകൊണ്ട് ചൂങ്സിക്ക് ഡൂജുവിനെ കാറിൽ തന്നെ ഇരുത്തിയിട്ട് മാൻസിയോക്കിനെ ഏൽപ്പിച്ചിട്ട് കാവലിൽ നിൽക്കുന്ന പോലീസുകാരുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് പൈസ കൊടുത്തിട്ട്, രാവിലെ തൊട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുമല്ലേ, പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാൻ പറയും. പോകാനിറങ്ങിയ പോലീസുകാരൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നതും പണി കിട്ടിയെന്ന് കരുതി ചൂങ്സിക്ക് എന്താന്ന് ചോദിക്കുമ്പം അവൻ, അല്ല സാറിനോട് എന്തേലും കഴിക്കാൻ വാങ്ങട്ടെ എന്ന് ചോദിക്കും. എന്റെ ആത്മാർത്ഥതയുടെ നിറകുടമേ, ഒന്നും വേണ്ട, നീമാരി പോയി കഴിച്ചിട്ട് വരാൻ ചൂങ്സിക്ക് പറയും. അവര് പോയതും ബാക്കി രണ്ടിനെയും കൂട്ടി ചൂങ്സിക്ക് നേരെ ഓഫീസിനകത്തേക്ക് കയറും. ഇവരുടെ പിന്നാലെ യോങ്യാങ്ങിനെയും ബാക്കി രണ്ടുപേരെയും കാറിലിരുത്തിയിട്ട് അവര് കാണാതെ റാംബോയും ചെല്ലും. എന്നിട്ട് അവൻ ഇവർ പറയുന്നത് കേൾക്കാനായിട്ട് ഒരു ഓഡിയോ ബഗ് വാതിലിൽ വെച്ചിട്ട് അത് കാറിലിരിക്കുന്നവർക്കും കേൾക്കാവോന്ന് നോക്കും. അകത്ത് പറയുന്ന എല്ലാം വ്യക്തമായിട്ട് യോങ്യാങ്ങിനും സംഘത്തിനും കേൾക്കാൻ പറ്റും. ഓഫീസിനകത്ത് കയറിയ ഡൂജുൻ ഒരു പ്രത്യേക സ്ഥലത്ത് കയറി നിന്നതും പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ് എല്ലാം ഓൺ ആകും. ഉടനെ, ഞാനാ ലുട്ടാപ്പി, കുട്ടിച്ചാത്തൻ ലുട്ടാപ്പി, കടുവകളും കിടുവകളും എന്നെ കണ്ട പേടിക്കും, നീ പോടാ പൊണ്ണത്തടിയാ കുടവയറാമത്തക്കണ്ണ എന്നിങ്ങനെ പാട്ട് പാടിയിട്ട് ഡാൻസ് കളിക്കുമ്പം ബാക്കി രണ്ടുപേരും ഇവനിതെന്താ കാണിക്കുന്നതെന്ന് നോക്കി നിൽക്കുമ്പം പെട്ടെന്ന് ഡൂജു നിൽക്കുന്നിടത്ത് ആ ഫ്ലോറ് നീങ്ങിയിട്ട് ഒരു ചെറിയ ഡിവൈസ് പൊങ്ങി വരും. ഇതാണ് AI പ്രോഗ്രാം നാബി. ഇതാണ് ഇവരുടെ ബിസിനസിന്റെ വിജയരഹസ്യം. ഇതിന് 600 കോടിയിലധികം മൂല്യമുണ്ട്. വിറ്റാല് ഉറപ്പായിട്ടും 600 കോടി രൂപ കിട്ടും. ഇത് ആര് കേൾക്കുന്നുണ്ട്? നമ്മുടെ വില്ലൻ യോങ്യാങ്ങും കൂട്ടരും കേൾക്കുന്നുണ്ട്. നാബിയുമായിട്ട് ഇവരിറങ്ങിയതും യോങ്യാങ്ങും കൂട്ടാളികളും പിന്നാലെ കാറിൽ അവരെ ഫോളോ ചെയ്യും. റാംബോയാണ് ഈ കൂട്ടത്തിലെ മികച്ച ഡ്രൈവർ. യോങ്യാങ്ങിനെ മിൻസിയോക്കിനും ചൂങ്സിക്കിനും മനസ്സിലാവത്തില്ല. ഉടനെ ഡൂജുൻ, ഈ അലവലാതി എന്തിനാ നമ്മുടെ പിന്നാലെ വരുന്നതെന്ന് ചോദിക്കും. അന്നേരമാണ് ഇയാളാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയെന്നുള്ള കാര്യം മിൻസിയോക്ക് ഓർക്കുന്നത്. ഉടനെ ഡൂജുൻ, ഇവൻ കാട്ടിലെ സിംഹമായിരുന്നെന്നും പറഞ്ഞ് കഴിഞ്ഞ 10 കൊല്ലമായി ജയിലിലാന്നൊക്കെ ഒരു കഥ പറയുമ്പോഴാണ് ചൂങ്സിക്കിന് ആളെ ഓർമ്മ വരുന്നത്. സിംഹോ, ഇവനോ? പിടിക്കാൻ ചെന്നപ്പം സെപ്റ്റിക് ടാങ്കിനകത്ത് കയറി ഒളിച്ചിരുന്ന നാറിയായിരുന്നു ഇവൻ. ഇവനെ അന്ന് കുളിപ്പിച്ച് ആ നാറ്റം കളയാൻ പോലീസ് കുറെ പാടുപെട്ടതെന്ന് പറയും. അവരെ വഴി തെറ്റിക്കാനായിട്ട് മിൻസിയോക്ക് വേറെ വഴി വണ്ടി തിരിക്കും. എന്നിട്ട് കാറ് പറപ്പിച്ച് ഒരിടത്ത് പാർക്ക് ചെയ്യും. അവൻ നേരത്തെ ചുമ്മാ പറഞ്ഞല്ല കേട്ടോ ആൾക്ക് നല്ല ഡ്രൈവിംഗ് സ്കിൽ ഉണ്ടെന്ന്. അത് കണ്ട് റാംബോ അടിപൊളിയെന്ന് പറയുമ്പം യോങ്യാങ്ങും ശരിയാന്ന് സമ്മതിക്കുമ്പോഴാണ്, എടാ പൊട്ട, അവന്മാര് നമ്മളെയാടാ പറ്റിച്ചതെന്ന് പറഞ്ഞിട്ട് യോങ്യാങ് ബഹളം വെക്കും. രക്ഷപ്പെടാനായിട്ട് എല്ലാവരും റെഡി ആയിക്കോ, ഞാൻ എൻ്റെ ഡ്രൈവിംഗ് സ്കിൽ പുറത്തെടുക്കാൻ പോകുകയെന്നും പറഞ്ഞിട്ട് മിൻസിയോക്ക് കാറിന്റെ സ്റ്റിയറിംഗ് ഊരിയെടുത്തിട്ട് പുതിയ സ്റ്റിയറിംഗ് വെക്കും. എന്നിട്ട് റാംബോയുടെ കാറിന്റെ നേരെ ഇങ്ങനെ ചീറി വരും. റാംബോ കാർ പിറകിലോട്ട് മാറ്റി കൊടുത്താലേ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഉടനെ യോങ്യാങ്, നമ്മുടെ കൂട്ടത്തിലെ അല്ല, ഈ കൊറിയയിലെ തന്നെ ബെസ്റ്റ് ഡ്രൈവർ നീയാണ്, അതുകൊണ്ട് ഇങ്ങനൊരു അവസരത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയാലോ, അത് അവന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ മോട്ടിവേറ്റ് ചെയ്യുമ്പം റാംബോ ഉടനെ ഹോൺ അടിക്കും. നീ എന്തുവാടെ ഈ കാണിച്ചതെന്ന് യോങ്യാങ് ചോദിക്കുമ്പം, അണ്ണനല്ലേ പറഞ്ഞേ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ചെയ്യേണ്ടത് ചെയ്യാൻ, സാധാരണ കാറ് കുറുകെ വന്നാൽ നമ്മൾ ബീപ്പ് അടിക്കണ്ടേന്ന് പറയും. ഉടനെ അവൻ ബീപ്പ് അടിച്ചാൽ ഞാൻ ലൈറ്റ് അടിക്കുമെന്നും പറഞ്ഞിട്ട് മിൻസിയോക്ക് ഹെഡ്ലൈറ്റ് അടിച്ച് കാണിക്കും. വന്നതും നിന്നതും എല്ലാം ഒന്നിനൊന്നും മെച്ചം. ഉടനെ മിൻസിയോക്ക് കാർ പിറകോട്ടെടുക്കും. അന്നേരം റാംബോ വണ്ടി മുന്നിലേക്ക് എടുക്കും. അത്യാവശ്യം നല്ല സ്പീഡായതും ഒരു മതിലിനടുത്തെത്തിയതും മിൻസിയോക്ക് കാറ് വെട്ടിക്കും. പക്ഷെ അത് കാണാത്ത റാംബോ കൃത്യം മതിലിൽ കാറിടിപ്പിക്കാൻ പോവും. ഭാഗ്യത്തിന് ഇടിച്ചില്ല കേട്ടോ. എന്നാൽ രക്ഷപ്പെട്ടു പോകുന്ന വഴി ഒരു പൂച്ചയെ ഇടിക്കാതിരിക്കാനായിട്ട് കാർ ഇങ്ങനെ ഭിത്തിയിലൂടെ നിരക്കി കൊണ്ടുവന്ന് സ്റ്റൈലായിട്ട് വണ്ടി ഓടിക്കുമ്പോഴാണ് സ്റ്റിയറിംഗ് ഇളകി മിൻസിയോക്കിന്റെ കയ്യിൽ വരുന്നത്. കാറ് നേരെ പോയി ഒരു വണ്ടിയിൽ ഇടിച്ചു നിൽക്കും. കാറിൽ നിന്നിറങ്ങിയതും ഡൂജുൻ നാബിയുമായിട്ട് ഓടി രക്ഷപ്പെടും. പിന്നാലെ വന്ന യോങ്യാങ്ങും അവന്റെ പിന്നാലെ ഓടും. ഒരിടത്തെത്തുമ്പം ഡൂജുൻ ഓടിയ വഴി ചൂങ്സിക്കിന് മനസ്സിലായില്ലേലും യോങ്യാങ് മണം പിടിച്ച് ആ വഴി കണ്ടുപിടിക്കും. ഓടി ഓടി ഡൂജുനും യോങ്യാങ്ങും എത്തുന്നത് ഒരു മലയുടെ മുകളിലാണ്. യോങ്യാങ്ങിന്റെ കയ്യിൽ നിന്ന് ഒരു വെടി പൊട്ടിയതും ആ സൗണ്ട് താഴെ നിൽക്കുന്ന ചൂങ്സിങ്ങും മിൻസിയോക്കും കേൾക്കും. യോങ്യാങ്ങിന്റെ കയ്യിലിരിക്കുന്ന തോക്ക് ഒറിജിനൽ ആണെന്ന് മനസ്സിലായ ഡൂജുൻ, എന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിപ്പെട്ടിക്ക് കോടികൾ വിലയുണ്ട്, ആക്രമിക്കാതിരുന്നാൽ ഞാനിത് തരാമെന്ന് പറയും. എന്നാ ഞാൻ കാട്ടിലെ സിംഹമാടാ, എനിക്ക് നിന്റെ ഈ കുഞ്ഞിപ്പെട്ടിയൊന്നും വേണ്ട,
നീ മരിച്ച ഈ ബിസിനസ് മൊത്തം ഞാൻ വീണ്ടും സ്വന്തമാക്കിക്കോളാന്നും പറഞ്ഞിട്ട് ഡൂജുവിനെ യോങ്ക്യാങ് അങ്ങ് വെടിവെക്കും. എന്നിട്ട് അയാൾ അങ്ങ് പോവും. ചൂങ്സിക്കും മിൻസിയോക്കും വന്ന് നോക്കുമ്പം നാബി അവിടെ ഇരിപ്പുണ്ട്. താഴെ കൊക്കയിൽ ഒരു മരത്തിൽ കുടുങ്ങി ഡൂജുനും കിടപ്പുണ്ട്. മരിച്ചോ ജീവനുണ്ടോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. ക്ലൈംബിങ്ങിലും മിൻസിയോക്ക് എക്സ്പേർട്ട് ആയതുകൊണ്ട് റോപ്പ് കെട്ടി അവൻ താഴേക്ക് ഇറങ്ങും. വിളിച്ചിട്ടും ഡൂജുൻ എഴുന്നേക്കാത്തോണ്ട് ജീവനുണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് കോളറിൽ ഷോക്ക് അടിപ്പിച്ച് നോക്കുമ്പം ഡൂജുൻ വിറയ്ക്കുന്നത് കണ്ടിട്ട് ഭാഗ്യം ജീവനുണ്ടെന്നും പറഞ്ഞ് ഒരുവിധം അവനെ മുകളിലെത്തിക്കും. ഡൂജുൻ മരിച്ചെന്ന് ഉറപ്പായോണ്ട് ഇനി പഴയ പോലെ രാജാവ് യോങ്ക്യാങ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് പഴയ ആളുകളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഒരു മീറ്റിംഗ് ഇന്ന് രാത്രി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അന്നേരമാണ് റാംബോ നാബി എവിടെ അതെടുത്തോന്ന് ചോദിക്കുന്നത്. ഇത് കേട്ട യോങ്ക്യാങ് ചിരിച്ചോണ്ട് ഞാൻ എന്തിനാ അതെടുക്കുന്നത്, അതൊരു കുഞ്ഞിപ്പെട്ടിയാന്ന് പറയും. അതിന് 600 കോടി വിലയുണ്ടെന്ന് റാംബോ പറയുമ്പം 600 കോടിയോ 6000 വോൺ അല്ലേന്ന് യോങ്ക്യാങ് ചോദിക്കുമ്പം മൂന്നെണ്ണം കൂടി എടോ മരക്കഴുതേ, അത് AI പ്രോഗ്രാം ആടോ, അതിന് 600 കോടി വിലയുണ്ട്, ഇതുപോലൊരു മരപ്പാഴ്. അന്നേരമാണ് യോങ്ക്യാങ്ങിനും അബദ്ധം മനസ്സിലാവുന്നത്. ഇവര് കരുതുന്ന പോലെ ഡൂജുൻ മരിച്ചിട്ടില്ല. പക്ഷേ ദേഹത്ത് കയറിയ ബുള്ളറ്റ് എടുത്തില്ലേല് അയാൾ മരിക്കാൻ സാധ്യതയുണ്ട്. ഹോസ്പിറ്റലിലൊന്നും പോകാനും പറ്റത്തില്ല. അപ്പോഴാണ് ചൂങ്സിക്ക് ഒന്നുമില്ലേലും നീ ഒരു ഡോക്ടറല്ലേ, അതുമല്ല എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു മൃഗം ഉണ്ടെന്ന് നീയല്ലേ പറഞ്ഞത്, ഇവന്റെ ഉള്ളിൽ ഒരു പട്ടിയാണുള്ളതെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് തൽക്കാലം മുന്നിൽ കിടക്കുന്നത് ഡൂജുൻ ആണെന്ന് കരുതണ്ട, അതൊരു വെടികൊണ്ട മൃഗമാണെന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേഷൻ കൊടുത്തിട്ട് ഒടുവിൽ അവനെ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യിപ്പിക്കും. ഓപ്പറേഷൻ കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ ബ്ലഡ് വേണമല്ലോ. ഒരുമാതിരി പാതി ബോധത്തിൽ കിടക്കുന്ന ഡൂജുവിനോട് മിൻസിയോക്ക് അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്ന് തിരക്കും. അവനിങ്ങനെ ബി ബി എന്ന് പറയുന്നുണ്ടെങ്കിലും ചൂങ്സിക്ക് എ ബി എ ബി ബി പ്ലസ് എ പ്ലസ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പം ഉടനെ ഡൂജുൻ ഞാൻ ബി പ്ലസ് ആടാ മഹാഭാവി എന്ന് പറയും. ചൂങ്സിക്കിന്റെ ബ്ലഡ് ഗ്രൂപ്പും ബി പോസിറ്റീവ് ആണ്. അത് മാൻസിയോക്കിനും അറിയാം. അതുകൊണ്ട് അവൻ ഒരു മനുഷ്യനല്ലേ മുന്നിൽ കിടക്കുന്നത്, പേടിക്കാതെ രക്തം എടുക്കാൻ സമ്മതിക്കാൻ പറയും. എന്നിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ബ്ലഡ് എടുക്കുന്നത്. ചൂങ്സിക്കിനാണെങ്കിൽ രക്തം കാണുന്നതേ പേടിയാ. ഇതിനിടെ യോങ്ക്യാങ്ങും സംഘവും ഡൂജൻ കിടന്നെടുത്ത് വന്നു നോക്കുമ്പം അവിടെ ആരുമില്ല. ഇവിടെ നടന്ന സംഭവങ്ങളുടെയും വിഷ്വൽസ് പോലീസിനും ചീഫിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നോക്കുന്ന ചീഫിന് ഇത്തവണ ചൂങ്സിക്കിന് ഒരു ഡൗട്ട് തോന്നും. ഇനി ഇവന്മാരെല്ലാം ഒരേ സംഘമാണോ, നമ്മൾ അറിയാതെ എന്തേലും നടക്കുന്നുണ്ടോ? ഒരു സാധാരണ പോലീസുകാരന്റെ ബുദ്ധിയല്ല അവന്. വീട്ടുവാടക പോലും കൊടുക്കാതെ ഈ സ്റ്റേഷന്റെ ഒരു മുറി സ്വന്തമാക്കി വെച്ചവനാണ്. ആ സ്ഥിതിക്ക് അവൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇനി ഇവന്മാരുടെ കൂടെ കൂടിക്കാണുമെന്ന് ചീഫിന് നല്ല സംശയമുണ്ട്. തൽക്കാലം ഡൂജുൻ ഉണരുന്നത് വരെയോ തീരം വിളിക്കുന്നത് വരെയോ വെയിറ്റ് ചെയ്താലേ ഇനി എന്താ വേണ്ടതെന്ന് അറിയാൻ പറ്റൂ. കാറിൽ ബോറടിച്ചിരിക്കുമ്പം ചൂങ്സിക്ക് നിനക്കൊന്നും തോന്നരുത്, നീയും സിയാനും തമ്മിൽ എങ്ങനെയാ കണ്ടുമുട്ടിയെന്ന് ചോദിക്കും. മിൻസിയോക്കിന്റെ ആദ്യത്തെ പേഷ്യന്റും ആദ്യത്തെ പ്രണയവും ആദ്യത്തെ വിവാഹവും എല്ലാം ഈ സിയാനായിരുന്നു. സിയാൻ എങ്ങനെ നിന്റെ പേഷ്യന്റ് ആയെന്ന് ചോദിക്കുമ്പം വഴിയിൽ പരിക്ക് പറ്റിക്കിടന്നൊരു പട്ടിക്കുട്ടിയെ ആരും തിരിഞ്ഞു നോക്കാതെ പോകുന്നത് കണ്ടിട്ട് സങ്കടം തോന്നി സിയാൻ അതിനെ എടുത്തിട്ട് മിൻസിയോക്കിന്റെ ക്ലിനിക്കിലേക്ക് ചെന്നതായിരുന്നു. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട്. അപ്പോഴേക്കും ഡൂജുനും ബോധം വരും. ഇവരീ പറയുന്ന കഥയെല്ലാം ഡൂജുനും കേൾക്കുന്നുണ്ടായിരുന്നു. ഉടനെ ചൂങ്സിക്ക് മിൻസിയോക്കാണ് നിന്റെ ജീവൻ രക്ഷിച്ചെന്ന് പറയും. ഉടനെ ഡൂജുൻ അവന് നന്ദി പറഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ നിങ്ങൾ തമ്മിൽ കൂട്ടായോ എന്ന് ചോദിക്കും. അതിന് ചൂങ്സിക്ക് ഉത്തരവൊന്നും പറയാതെ എന്നാലും നിന്നെ പോലൊരു ഹരവട്ടന് ഹീരനെ പോലെ അത്രയും സുന്ദരിയായ ഒരു ഭാര്യ എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കും. ആ കഥ എന്താന്ന് വെച്ചാൽ ഹീരൻ സ്വന്തമായിട്ട് നാബി എന്നൊരു AI പ്രോഗ്രാം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവൾ പഠിച്ചതെല്ലാം അമേരിക്കയിലായിരുന്നു. അങ്ങനെ ഹീരൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ചെന്നിട്ട് ഡൂജുൻ ഒരു ദിവസം പ്രശ്നം ഉണ്ടാക്കും. കാര്യം എന്താന്ന് വെച്ചാൽ ഡൂജുൻ ഇവരുണ്ടാക്കിയ ഒരു AI പ്രോഗ്രാം പൈസ കൊടുത്ത് വാങ്ങിച്ചായിരുന്നു. അതുപയോഗിച്ചിട്ട് ഇവൻ ചില കാര്യങ്ങൾ അറിയാനാണ് ശ്രമിച്ചത്. പക്ഷേ AI അതിനൊന്നും ശരിയായിട്ട് ഉത്തരം കൊടുത്തിട്ടില്ല. ഇവന്റെ ചോദ്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ ഒരു 50 കിലോ പഞ്ചസാര പൊടി ഗവൺമെന്റ് അറിയാതെ എങ്ങനെ കടത്താം, ഒരു 100 കിലോ ഉപ്പുപൊടി ആരും അറിയാതെ എയർപോർട്ട് വഴി എങ്ങനെ കടത്താം, ഇതൊക്കെയാണ്. ഇവന്റെ ചോദ്യം കേട്ടതും ഹീരന് ആളത്ര വെടിപ്പല്ലെന്നുള്ള കാര്യം മനസ്സിലാവും. പക്ഷെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഹീരന് ഇവനെ ഇഷ്ടമാവും. അങ്ങനെ അന്ന് അവൾ ഉണ്ടാക്കിയ ആ നാബി AI ഉപയോഗിച്ചിട്ടാണ് ഇവരിത്രയും സുലഭമായിട്ട് മരുന്ന് കച്ചവടം തുടങ്ങിയത്. ഇവര് കൂട്ടായ പോലെ ഹീരനും സിനായും തമ്മിൽ അവിടെയും കൂട്ടായിട്ടുണ്ട്. എന്നാൽ ഹീരന്റെ രഹസ്യ സങ്കേതത്തില് ചൂങ്സിക്കും കൂട്ടുകാരും വരുമ്പോഴേക്കും ആരൊക്കെയോ വന്നിട്ട് അവിടെ കാവല് നിന്നവരെ ഇടിച്ചിട്ടിട്ട് ഹീരനെയും സിനായിനെയും കൊച്ചിനെയും കൊണ്ട് കടന്നു കളഞ്ഞായിരുന്നു. പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ഫോണിലേക്ക് യോങ്ക്യാങ് വിളിച്ചിട്ട് 2 പെണ്ണുങ്ങളും ഒരു കൊച്ചും എന്റെ കസ്റ്റഡിയിലുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നിടത്തേക്ക് 3 പേരുടെ വരാൻ പറയും. ഇതിനിടെ ചീഫും ആളൊരു മണ്ടനാണേലും മാൻസിയോക്കിനെ കുറിച്ച് തിരക്കുമ്പം അവനാണ് ചൂങ്സിക്കിന്റെ ഭാര്യയെ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിച്ചതെന്ന് മനസ്സിലാവും. ഇതെല്ലാം ഒളിച്ചിരുന്ന് ജോയും കേൾക്കുന്നുണ്ട്.
അവൾ ഉടനെ ആരും കാണാതെ ചൂങ്സിക്ക് താമസിക്കുന്ന മുറിയിലേക്ക് ചെല്ലും. അവിടുന്ന് അവക്ക് നേരത്തെ അയാള് യുഞ്ചുവിന് കൊടുത്ത ആ പൈനാപ്പിളിന്റെ വാച്ചില്ലേ, അതിന്റെ പേരിൽ നിന്ന് ലൊക്കേഷൻ സംബന്ധമായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നത് കാണും. ഏകദേശം കുട്ടിയിരിക്കുന്ന ലൊക്കേഷൻ ഏതാന്ന് അവക്ക് മനസ്സിലാവും. ഹീരനെയും സിനായിനെയും കൊച്ചിനെയും ഒരു കെട്ടിടത്തിൽ തടവിലാക്കിയിട്ട് അവർ ഓടിപ്പോകാതിരിക്കാന് റാംബോയാണ് കാവല് നിർത്തിയിരിക്കുന്നത്. ഇതിനിടെ അവനെ ഹീരനും സിനായിനും കൂടി ഒരുവിധം ആക്രമിച്ചിട്ട് യുഞ്ചുവിനോട് ഇവിടുന്ന് ഓടിപ്പോയിട്ട് ചൂങ്സിക്കിനെ വിവരം അറിയിക്കാൻ പറയും. കൊച്ച് അവർ പറഞ്ഞതുപോലെ പുറത്തേക്കോടും. കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്കാ പോകുന്നതെന്ന് മനസ്സിലാക്കിയ ചൂങ്സിക്ക് ഫോൺ ഓണാക്കിയിട്ട് ചീഫിനെ വിളിക്കും. എന്നിട്ട് അയാൾ എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പേ ഇത്രയും നേരം നടന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് തുറന്നു പറയും. എന്നിട്ട് ഒരു 3 മണിക്കൂറിനകം അവൻ വിളിച്ചില്ലേലും മാത്രം അവൻ അയക്കുന്ന ലൊക്കേഷനിലേക്ക് ഫോഴ്സിനെ അയക്കണമെന്ന് പറയും. ഇത് കേട്ട ചീഫിന് അവന്റെ മേലുള്ള സംശയം എല്ലാം മാറിയിട്ട് നിന്നെ സഹായിക്കാൻ ഞങ്ങളും കൂടി വരട്ടെ എന്ന് ചോദിക്കും. ഉടനെ വേണ്ട, എന്തെങ്കിലും ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും ലൊക്കേഷൻ അയക്കാമെന്നും പറഞ്ഞിട്ട് ചൂങ്സിക്ക് ഫോൺ കട്ടാക്കും. ഉടനെ ഫോൺ കട്ടായതും ചീഫ്, കണ്ടോ, നമ്മുടെ ചൂങ്സിക്കിന് ഒരു സാധാരണ പോലീസുകാരന്റെ ബുദ്ധിയല്ല, അവൻ നമ്മുടെ മുത്താണ്, അവനൊരു ആപത്തും പറ്റാതെ നമ്മൾ നോക്കണം. അവൻ 3 മണിക്കൂറിനകം ലൊക്കേഷൻ അയക്കുമ്പം എവിടെയാണേലും നമുക്ക് പറന്നെത്തണം. അതുകൊണ്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കാൻ പറയും. പോകുന്നത് അപകടം പിടിച്ച സ്ഥലത്തേക്കായോണ്ട് ചൂങ്സിക്കിന് മിൻസിയോക്കിനെ കൂടെ അപകടത്തിലേക്ക് വലിച്ചിടാൻ താല്പര്യമില്ല. പക്ഷെ എത്രയൊക്കെ പറഞ്ഞിട്ടും മിൻസിയോക്കും കൂടെ ചെല്ലുമെന്ന് നിർബന്ധം പിടിക്കും. ഉടനെ ചൂങ്സിക്ക് അവനെ കെട്ടിപ്പിടിച്ചിട്ട് പെട്ടെന്ന് ബോധം കെടാനുള്ള മരുന്ന് ഇഞ്ചെക്ട് ചെയ്യും. ഇവരുടെ വണ്ടി ക്ലിനിക്കിലെ ആയതുകൊണ്ട് മൃഗങ്ങളെ മയക്കാനും അത്യാവശ്യം വേണ്ട സാധനങ്ങളും ഒക്കെ അതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. നേരത്തെ യുഞ്ചു ഇറങ്ങി ഓടിയില്ലേ, അവളെ കൃത്യമായിട്ട് ജോ കണ്ടുപിടിക്കും. ആന്റി ഏതാന്ന് യുഞ്ചു ചോദിക്കുമ്പം ആന്റി അല്ല മോളെ, ചെറിയമ്മ, അല്ലെ അമ്മയെന്ന് വേണേലും വിളിച്ചോ, മോളുടെ അപ്പനും ഞാനും തമ്മിൽ സ്നേഹത്തിലാന്ന് ജോ പറഞ്ഞു കൊടുക്കും. അന്നേരം യുഞ്ചു കരഞ്ഞുകൊണ്ട് എന്റെ അമ്മയും മറ്റൊരു ആന്റിയും അവിടെ കെട്ടിയിട്ടിരിക്കുവാന്ന് പറയും. എന്നാൽ അവിടേക്ക് റാംബോ കൊച്ചിനെയും തിരക്കി വരുന്നത് കണ്ട ജോ യുഞ്ചുവിനെ അവിടെ പുഴയിൽ കിടക്കുന്ന ഒരു ബോട്ടിനകത്ത് കയറ്റിയിട്ട് ആരും കാണാതെ ഇവിടെ ഇരിക്കെ അവള് പോയി സിനായിനെയും യുഞ്ചു പറഞ്ഞ ആ ആന്റിയെ രക്ഷിക്കാന്ന് പറയും. അന്നേരം ചെറിയമ്മയെ സുരക്ഷിതമായിട്ടിരിക്കണം കേട്ടോന്ന് യുഞ്ചു ഓർമ്മിപ്പിക്കും. അത് ജോയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട്. ഇതിനിടെ ബോധം തെളിഞ്ഞ മിൻസിയോക്കിന് അവന്റെ വാച്ചില് അവൻ നേരത്തെ യുഞ്ചുവിനൊരു ആപ്പിളിന്റെ വാച്ച് കൊടുത്തില്ലേ, അതില് യുഞ്ചുവിന്റെ ലൊക്കേഷന്റെ നോട്ടിഫിക്കേഷൻ വരും. അവൻ ഉടനെ ചൂങ്സിക്ക് എവിടേക്കാ പോകുന്നതെന്ന് അറിയാലോ, അവിടേക്ക് ചെല്ലും. എന്നിട്ട് അവരെ കൊച്ചിന്റെ വാച്ചുള്ള ലൊക്കേഷൻ കാണിക്കും. അങ്ങനെ അവിടേക്ക് സ്ലോ മോഷനിൽ നല്ല സ്റ്റൈലായിട്ട് 3 ഭർത്താക്കന്മാരും കയറി ചെല്ലും. പക്ഷെ അതൊരു ട്രാപ്പായിരുന്നു. ആ നാട്ടിലെ മുഴുവൻ ഗുണ്ടകളുമായിട്ട് യോങ്യാങ് ഇവരെയും കാത്തിരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് ചൂങ്സിക്കിനെയും മിൻസിയോക്കിനെയും മീൻ സൂക്ഷിക്കുന്ന മുറിയിൽ കെട്ടിയിടും. എന്തിനാന്ന് വെച്ചാൽ തണുത്ത് മരവിച്ച് ഇവർ മരിക്കാൻ വേണ്ടിയാണ്. പണ്ട് യോങ്യാങ് തണുത്ത് മരവിച്ച് വെറും നിലത്ത് കിടന്ന് ആ ജയിലിൽ കുറെ അനുഭവിച്ചിട്ടുണ്ട്, അതിന്റെ പ്രതികാരമായിട്ടാ. എന്നിട്ടും ദേഷ്യം തീരാഞ്ഞിട്ട് ശ്വാസം കൂടി മുട്ടാൻ വേണ്ടിയിട്ട് രണ്ടുപേരുടെയും തലയിൽ പ്ലാസ്റ്റിക്കിന്റെ കവറും ഇട്ട് കിട്ടും. എന്നിട്ട് പുറത്തിറങ്ങി വാതിലടയ്ക്കും. അവര് പോയതും ചൂങ്സിക്ക് ഒരുവിധം ഷൂ അഴിച്ചിട്ട് സോക്സ് മിൻസിയോക്കിനെ കൊണ്ട് അഴിപ്പിച്ചിട്ട് കാല് വെച്ച് അവന്റെ വായില് ആ മുഖത്ത് കെട്ടിയിരിക്കുന്ന ആ കവറില്ലേ അവിടെ വെച്ചിട്ട് ഇങ്ങനെ വായുടെ ഭാഗത്തൊരു ഹോളിടും. തിരിച്ച് മിൻസിയോക്കും അങ്ങനെ ചെയ്യും. അതുകൊണ്ട് ഇവർക്കിപ്പം നന്നായിട്ട് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ഡൂജുനെയും ഹീരനെയും കഴുത്തിൽ കയറിട്ട് നിർത്തിയിരിക്കുക. ഇതിനിടെ രക്ഷിക്കാൻ ചെന്ന ജോയ് ഇവരുടെ പിടിയിലായി. സിനായിനെയും അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ജോയെ കണ്ടപ്പോഴേ ഇതാ കള്ളവാർത്ത പറയുന്ന പെണ്ണല്ലേ എന്ന് യോങ്യ അങ്ങ് ചോദിക്കും. കെട്ടിയിട്ടിരിക്കുവാണേലും ഒരു വിധത്തിലും മിൻസിയോക്ക് ചൂങ്സിക്കിന്റെ അടുത്ത് ചെന്നിട്ട് അവന്റെ കെട്ടിങ്ങനെ കടിച്ചഴിച്ചു കൊടുക്കും. കയ്യില് കെട്ടഴിഞ്ഞതോടെ ചൂങ്സിക്കും മിൻസിയോക്കും ചേർന്നിട്ട് ആ വാതിൽ തുറക്കാൻ നോക്കും. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അതിന്റെ കൂടെ അസഹനീയമായ തണുപ്പൂടാവുമ്പോഴത്തേക്കും രണ്ടുപേർക്കും അനങ്ങാൻ പറ്റാതാവും. മരിക്കുമെന്ന് ഏകദേശം ഉറപ്പായതും മിൻസിയോക്ക് നമുക്കിങ്ങനെ ഫീരുക്കളെ പോലെ മരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എങ്ങനെയും ഈ കതക് തുറന്നാലേ പറ്റത്തുള്ളെന്നും പറഞ്ഞിട്ട് അവര് വയ്യെങ്കിലും വീണ്ടും വീണ്ടും കതക് തുറക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു വിധത്തിൽ അവർ കതക് തുറക്കും. കാരണം അവർ കതക് തുറന്നല്ലേ പറ്റത്തുള്ളൂ, അവരാണല്ലോ നായകന്മാര്. യോങ്യാങ്ങിന് ഇപ്പോഴും നാബി എ എന്താണെന്നും മനസ്സിലായിട്ടില്ല. ആള് 10 കൊല്ലമായിട്ട് ജയിലിലായിരുന്നല്ലോ. അതുകൊണ്ട് ഇതെന്താന്ന് വിശദമായിട്ട് പറയാൻ ഹീരനോട് പറയും. അവൾ ഉടനെ നാബി എന്ന് വെച്ചാൽ ഒരു സാധാരണ GPUവിന് ഒരു സെക്കൻഡിൽ 312 കണക്കുകൾ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഒരു നോർമൽ AI പ്രോഗ്രാമിന് 1000 GPUവിന്റെ ആ ഒരു സ്പീഡുണ്ട്. അതായത് 60 സെക്കൻഡിൽ 312 ട്രില്യൺ കണക്കുകൾ കൂട്ടാം. ഉടനെ അവിടെ നിൽക്കുന്ന ജോ ഉൾപ്പെടെ എല്ലാവരും കണക്ക് കൂട്ടാൻ തുടങ്ങും. ഉടനെ യോങ്യാങ്, അപ്പൊ കാൽക്കുലേറ്റർ ആണോ ഈ ബോക്സിനകത്തുള്ളതെന്ന് ചോദിക്കും. ഈ പൊട്ട കാൽക്കുലേറ്ററിന് 60 രൂപ പോലും കിട്ടത്തില്ല, അതിന്റെ കൂടെ ബോക്സിൽ എടുക്കാൻ പറ്റാത്ത രീതിയിലും ഉണ്ടാക്കി ആളെ പറ്റിക്കുന്നോന്നും ചോദിച്ചിട്ട് നാബി താഴെ ഇട്ടിട്ട് വെടിവെച്ച് പൊട്ടിക്കും. ഇത് കണ്ട ഹീരനും ഡൂജുവിന്റെ കൺട്രോൾ തന്നെ പോവും. വർഷങ്ങളായിട്ടുള്ള ഡൂജുവിനെ കാണുന്നതിന് മുമ്പേ തൊട്ട് ഹീരൻ കഷ്ടപ്പെട്ടുണ്ടാക്കാൻ തുടങ്ങി
കുറച്ച് വർഷം മുമ്പാണ് ഈ AI ഇത്രയും അഡ്വാൻസ് ആയിട്ട് അവൾ വികസിപ്പിച്ചെടുത്തത്. യോങ്ക്യാങ് ആദ്യം ഹീരനെ കൊല്ലാൻ പോയതും ഡൂജുവിന്റെ കൺട്രോൾ പോയി നിൽക്കുമല്ലേ. പിന്നെ തെലുങ്ക് സിനിമയിലെ നായകന്മാരെ പോലെ ബലം പിടിച്ച് സർവ്വശക്തിയെടുത്ത് അവനൊന്ന് അലറിയതും ഡൂജുവിനെ കെട്ടിവെച്ചിരിക്കുന്ന കയറുകൾ പൊട്ടിപ്പോവും. ഇനിയാണ് വെട്ടൻ സിനിമയിലെ ക്ലൈമാക്സ് സീൻ. സഹിക്കാനാവാതെ ഡൂജുൻ യോങ്ക്യാങ്ങിനെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് ഹീരന്റെ കെട്ടഴിക്കും. പിന്നെ അവിടെ ഒരു ഫൈറ്റ് ആട്ടോ. ഹീരൻ സിനായിന്റെയും ജോയുടെയും കെട്ടഴിച്ചു കൊടുക്കും. ഇതിനിടെ യോങ്ക്യാങ് ഡൂജുനെ ഇടിക്കുന്നത് കണ്ട് ഹീരൻ ചാടി അയാളുടെ പുറത്ത് കയറി ഇടിക്കാൻ നോക്കുമ്പം യോങ്ക്യാങ് അവളെ നിലത്തേക്കിടും. സിനായും ജോയും അവരെ കൊണ്ടാകുന്നത് പോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കാര്യമൊന്നുമില്ല. അവിടേക്ക് ചൂങ്സിക്കും മിൻസിയോക്കും വരും. എന്നിട്ട് എല്ലാത്തിനും ഇടിക്കുന്നതിനിടെ മോൾ എവിടെയെന്ന് ചോദിക്കുമ്പം സിനായ് അവളെ രക്ഷപ്പെടുത്തിയെന്ന് പറയും. ഉടനെ ജോ അവളെ ഞാൻ സുരക്ഷിതമായിട്ടെടുത്ത് ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. പിന്നെ എല്ലാവരും ചേർന്നൊരു ഫൈറ്റ് ആട്ടോ. ഇതിനിടെ നിലത്തുനിന്ന് ഇഴഞ്ഞു രക്ഷപ്പെടാൻ നോക്കുന്ന യോങ്ക്യാങ്ങിനെ കാലിൽ പിടിച്ച് ചൂങ്സിങ് വലിച്ചിടുമ്പം നീ ക്ഷമയൊന്നും ചോദിക്കണ്ട, കാലിന്ന് വിട്, നീയായിട്ട് എനിക്കൊരു പ്രശ്നവും ഇല്ലെന്ന് യോങ്ക്യാങ് പറയും. പെണ്ണുങ്ങളും നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഗുണ്ടകളെല്ലാവരും താഴെ വീണതും ആ ഗ്യാപ്പിൽ ഡോജൂൻ ആരും കാണാതെ ഹീരനെയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടും. അവര് കയറിപ്പോകുന്നത് യുൻജുവിനെ നേരത്തെ ഒളിപ്പിച്ചിരുന്നില്ലേ, ആ ബോട്ടിലാ. അപ്പോഴേക്കും അവര് രക്ഷപ്പെട്ടെന്ന് ചൂങ്സിക്കിനും ബാക്കിയുള്ളവർക്കും മനസ്സിലാവും. പോയി നോക്കുമ്പം ബോട്ട് കണ്ട ജോ യുൻജി അതിലാന്നും പറയും. പിന്നാലെ പോയി അവരെ പിടിക്കുന്നത് ബുദ്ധിയല്ല. അന്നേരമാണ് മിൻസിയോക്കിനൊരു ഐഡിയ തോന്നുന്നത്. അവിടെ പാരാഗ്ലൈഡിംഗ് ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനവും ഉണ്ട്. അതിനടുത്തുള്ള എലിവേറ്റർ ഷാഫ്റ്റിനകത്ത് കയറിയാൽ മുകളിലെത്താം. അങ്ങനെ ഈസി ആയിട്ട് പാരാഗ്ലൈഡ് ചെയ്തിട്ട് ബോട്ടിൽ ലാൻഡ് ചെയ്യാം. അവൻ ഇതൊക്കെ ഭയങ്കര എക്സ്പേർട്ട് ആണല്ലോ. പ്ലാൻ മനസ്സിലായില്ലേലും കൊച്ചിനെ രക്ഷിക്കേണ്ടതുകൊണ്ട് ചൂങ്സിക്ക് ധൈര്യം സംഭരിച്ച് ആ വലിയ നീണ്ട ടവറിനകത്തേക്ക് വലിഞ്ഞു കയറുന്നുണ്ട്. എന്നാലും ആൾക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. നമുക്ക് ചാടാന്നും പറഞ്ഞ് മിൻസിയോക്ക് 1 2 3 എണ്ണുമ്പം ഒന്ന് മിണ്ടാതിരിയടാ, ആദ്യം ഞാനൊന്ന് ശ്വാസം എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാവോടെ എന്ന് ചോദിക്കുമ്പോഴേക്കും മിൻസിയോക്ക് ആളെയും കൊണ്ട് ചാടിക്കഴിഞ്ഞായിരുന്നു. പക്ഷെ ചാടിയതും പേടിച്ച് ചൂങ്സിക്കിന്റെ ബോധം പോവും. ഒരുവിധം മിൻസിയോക്ക് അയാളെ ഉണർത്തുമ്പം താഴേക്ക് നോക്കി എനിക്കിറങ്ങണേ, എനിക്ക് തല ഇറങ്ങുന്നേ, പേടിയാവുന്നേ, രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ചൂങ്സിക്ക് വലിയ വയൽ കരയാൻ തുടങ്ങും. ഉടനെ മിൻസിയോക്ക് ബഹളം വെക്കാതിരി, ഞാനല്ലേ കൂടെയുള്ളത്, പേടിക്കണ്ടെന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കും. ഇതറിയാതെ ഹീരനോട് ഡൂജുൻ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാവൂന്ന് ചോദിക്കുമ്പം നീ കൂടുണ്ടെങ്കിൽ എവിടേക്ക് വരാനും ഞാൻ റെഡിയാണെന്ന് അവൾ പറയും. അപ്പോഴാണ് ഹീരന് നമ്മളെ ആ പോലീസുകാരൻ പിടിച്ചാലോ എന്നുള്ള സംശയം തോന്നുന്നത്. നമ്മളെ പിടിക്കണമെങ്കിൽ ചൂങ്സിങ് പറന്നു വരേണ്ടി വരുമെന്ന് ഡൂജുൻ പറയുമ്പം ആകാശത്തിലൂടെ അവരുടെ ബോട്ടിനെ ലക്ഷ്യമാക്കിയിട്ട് ചൂങ്സിക്കും മിൻസിയോക്കും പറന്നു വരുന്നത് ഈ പാവങ്ങൾ അറിയുന്നില്ല കേട്ടോ. അപ്പോഴാണ് ഉറങ്ങിപ്പോയ യുൻജു വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നത്. അവളെ കണ്ട് അവര് ഞെട്ടുമ്പം അടുത്തേക്ക് പറന്നു വരുന്ന രണ്ടുപേരെ യുൻജു കാണും. സർപ്രൈസ് എന്നും പറഞ്ഞിട്ട് രണ്ടൂടെ ആ ബോട്ടിൽ ലാൻഡ് ചെയ്യും. പിന്നെ നമ്മളെ കാണിക്കുന്നത് 2 ദിവസം കഴിഞ്ഞുള്ള കാര്യങ്ങളാ. ഇന്നും യുൻജുവിന്റെ പ്രസംഗ മത്സരമുണ്ട്. 3 പേർക്ക് ഇരിക്കാനുള്ള കസേരയും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 പേരും സന്തോഷത്തോടെ ഇരുന്ന് അവളുടെ പ്രസംഗമൊക്കെ കേട്ടിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അവിടേക്ക് ജോയും വരും. അങ്ങനെ ജോ വന്നിട്ട് നമ്മുടെ ചൂങ്സിക്കിനും ഒരു കുടുംബമായി. നിന്റെ ആ കില്ലർ സ്മൈല് എന്നെ കൂടെ കാണിക്കാൻ ജോ പറഞ്ഞുകൊണ്ട് ചൂങ്സിക്ക് അവളെ നോക്കിയിട്ട് അവന്റെ ഐക്കോണിക് ചിരിച്ചിരിക്കും. ഇപ്പം നമ്മൾ കരുതും സിനിമ തീർന്നെന്ന്. തീർന്നിട്ടില്ല. യോങ്ക്യാങ് ജയിലിലായോണ്ട് അതിന് കാരണക്കാരായവരെ ഇല്ലാതാക്കാനായിട്ട് യോങ്ങിന്റെ ഭാര്യ കിം സൗത്ത് കൊറിയയിൽ വന്നിറങ്ങിയതും കാണിച്ചിട്ടാണ് ഈ സിനിമയ്ക്ക് കർട്ടനിടുന്നത്. അപ്പോൾ ഇനി പറ, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ എത്രയും പെട്ടെന്ന് മറ്റൊരു അടിപൊളി സിനിമയുമായി കാണാം. ടാറ്റാ.